വിവാഹ ജീവിതത്തെ പറ്റി പറയുമ്പോൾ വിവാഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, വിവാഹ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ വന്നതിന് ശേഷം. നമ്മൾ അതിനു മുമ്പൊന്നും നമ്മൾ കാറ്റഗിസം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളൊക്കെ വിവാഹം ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ദൈവം എന്താണ് വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം, ജീവിതത്തിലെ പല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമൊക്കെയാണ്. ഇത്രയും ക്ലാസ്സുകളൊക്കെ കേട്ടുവെങ്കിലും നമ്മൾ വിവാഹത്തിൽ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇനിയും നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എസ്പെഷ്യലി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന രണ്ട് വ്യക്തികൾ, ആ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, ആ വ്യക്തിത്വത്തിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും, ചിന്താഗതിയിലുണ്ടാകും, കടന്നു വന്ന അനുഭവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, ചില കാര്യങ്ങളെ കാണുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, റിയാക്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എപ്പോഴും കുടുംബത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കുറേ ദിവസങ്ങളുണ്ട് തീർച്ചയായിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ആ വ്യത്യസ്തത കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാകുന്ന ചില ചില കൺഫ്യൂഷൻസ്, അസ്വസ്ഥതകൾ, ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടികളുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ സമയം കൂടുതൽ കിട്ടാതെ വരുന്നു, ജോലിയുടേതായ സ്ട്രെസ്സുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് അവിടെ ദൈവത്തെ നമ്മൾ മുൻനിർത്തി നമ്മുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ ഈശോ കടന്നു വന്ന് ഈശോയുടെ കൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും വേറൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു 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 അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഒരു കാര്യം തീർച്ചയാണ്, നമ്മൾ വിവാഹത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും വിവാഹത്തോടു കൂടി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുന്നില്ല. അവിടെ നമുക്ക് പഴയ മനുഷ്യൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മളുടെ മുറിവുകളുണ്ട്, ഇതെല്ലാം ഉണ്ടാവും. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ള ഇതാണ്, ഒരു പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ കുറവിനെ രജനിയിലൂടെയും രജനിയുടെ കുറവിനെ എന്നിലൂടെയും നികത്താനായിട്ട് കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നടുവിൽ നിർത്തിക്കൊണ്ട് പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ശരിക്കും കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്.